ഫസ്റ്റ് ചട്ടി വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ മുഴുവനായിട്ട് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർക്കുക. ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. പൊടിച്ചതോ മുഴുവനായിട്ടുള്ളതോ എന്തുവേണോ നമുക്ക് ചേർക്കാം. അതിനുശേഷം ജീരകം ചേർക്കുക. ജീരകം, നല്ല ജീരകവും കുറച്ച് പെരുംജീരകം വേണമെങ്കിൽ ചേർക്കാം. അതിനുശേഷം മല്ലിപ്പൊടി ചേർക്കുക. മല്ലിപ്പൊടി ചേർക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക. മുളക് പൊടി ചേർക്കുക. 3 മസാലയും ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. മസാലയെല്ലാം നല്ല മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ല മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് ഇളക്കി അത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് അതിൽ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം കഴുകി വെച്ച ലിവർ അതിൽ ചേർക്കേണ്ടതാണ്. കഴുകി വെച്ച ലിവർ നല്ല ചേർത്ത് ഇളക്കി ലിവർ നന്നായി വേകുന്നത് വരെ തിളപ്പിക്കും. നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ വിസിലടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടിയിൽ വേവിക്കാം. നന്നായി വെന്തതിന് ശേഷം വെന്ത് കഴിഞ്ഞാൽ മേലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരും. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും മല്ലിയില ഇടുക. അതേപോലെ ആവശ്യത്തിന് നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. നല്ല ഇളക്കി കറിവേപ്പിലയും മല്ലിയിലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ അവസാനം പറന്ന് കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കി സ്റ്റവ് ഓഫ് ചെയ്ത് കുറച്ച് നേരം മൂടി വയ്ക്കുക. സ്വാദിഷ്ടമായ കറി റെഡിയായി.